ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ആനക്കാംപൊയിൽ എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. ഈ ആനക്കാംപൊയിൽ ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ പുഴയിലിറങ്ങാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരു വനമേഖലയാണ്. വളരെ രസകരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും പാറക്കൂട്ടങ്ങളും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ആനക്കാംപൊയിൽ. മലപ്പുറം ജില്ലയിലെ മുക്കം ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ആനക്കാംപൊയിലേക്ക്. നമ്മളിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മിക്കയിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് പുഴയിലൊക്കെ പെട്ടെന്ന് വെള്ളം നിറയുകയും അതുകൊണ്ട് തന്നെ വഴുക്കലുള്ള പാറയാണ്. ഏതാണ്ട് 23ഓളം ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പലയിടത്തും ബോർഡുകളൊക്കെ വായിച്ചു. നമ്മളിപ്പോൾ ഈ ആനക്കാംപൊയിലിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് ഭാഗത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഉള്ളത്. ഇപ്പോൾ സമയം കടുത്ത വേനലായതുകൊണ്ട് വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നും ഇല്ല, എങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നല്ല രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഏതാണ്ട് ഒരു ഉച്ച സമയമാണ്. ആനക്കാംപൊയിലെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്തുള്ള മുത്തപ്പൻ പുഴ എന്നുള്ളൊരു സ്ഥലമാണ്. കൊടുങ്കാടിന് നടുവിലൂടെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടവും തൂക്കുപാലവും ഒക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മുത്തപ്പൻ പുഴ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഈ വെള്ളത്തിൽ ഒരുപാട് മീനുകളുണ്ട്. വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ആ മീനുകളെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആനക്കാംപൊയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം. ഇതുപോലെ ഈ വെള്ളച്ചാട്ടത്തിന് പല ഭാഗങ്ങളും ഉണ്ട്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെതായിട്ടുണ്ട്. പലയിടത്തും അപകട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. വഴുക്കുന്ന പാറകളാണ്. ഏതാണ്ട് കുറച്ച് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതുപോലെ അലക്ഷ്യമായിട്ട് അശ്രദ്ധമായിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗം. ഈ ഭാഗം വളരെ സേഫായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വെള്ളത്തിലാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഒരു കൗതുകകരമായിട്ട് കാഴ്ച കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇവിടെ ആരോ ഒരു കല്ലുകൊണ്ട് ഒരു അട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇത് ആരുണ്ടാക്കിയതാണെന്ന് അറിയില്ല. എന്തായാലും നമ്മളത് തട്ടിയിടാൻ പോകുന്നില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ പ്രദേശം തീർത്തും വിജനമാണ്. ഇതൊരു ഉച്ച സമയമായതുകൊണ്ടായിരിക്കണം. മാത്രമല്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു വ്യൂ പോയിൻ്റ് വളരെ ഇടുങ്ങിയ ഒരു വഴിയിൽ കൂടെ കടന്നു വേണം ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ ഇതത്ര ഒരു ജനകീയമായിട്ടുള്ള സന്ദർശന സ്ഥലമാവാൻ വഴിയില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റേതായിട്ട് വേറെ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആളുകളെ കണ്ടു. പിന്നെ ഇപ്പോൾ സീസണല്ല, കടുത്ത വേനലാണ്. വെള്ളച്ചാട്ടം എന്ന് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഈ വെള്ളച്ചാട്ടത്തിലുള്ളത്. ഏതാണ്ട് ഇതേ ഒരു ഭംഗി തന്നെയാണ് നമ്മുടെ കക്കടാംപൊയിൽ വെള്ളച്ചാട്ടത്തിനുള്ളത്. എനിക്കതിനേക്കാൾ ഒന്നും കൂടെ മനോഹരമായിട്ട് തോന്നിയത് ഈ ആനക്കാംപൊയിൽ വെള്ളച്ചാട്ടം തന്നെയാണ്. മാത്രമല്ല ഇവിടെ ഈ ഒരു സ്ഥലത്ത് ആളുകൾ വളരെ കുറവായതിനാൽ വളരെ മാലിന്യങ്ങളൊക്കെ വളരെ കുറവാണ്. പ്ലാസ്റ്റിക്കോ മറ്റൊരു മാലിന്യങ്ങളും ഇവിടെ കാണാനില്ല. അത്ര വൃത്തിയായിട്ട് ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ വെള്ളത്തിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി തന്നെയാണ്. നീന്താനും വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ വളരെയധികം പറ്റിയ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. പിന്നെ ഈ ഉച്ച സമയത്ത് ഇവിടെ ഞാൻ മാത്രമാണുള്ളത്. വന്യമൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇവിടെ ഈ അടുത്ത് തന്നെ പുലിയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ആനക്കാംപൊയിൽ.
ഇവിടെ മഴക്കാലത്തൊക്കെ ഭീകരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയായിരിക്കും. എന്തായാലും നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ നിറയെ പാറക്കൂട്ടങ്ങളാണ്. ഈ പാറക്കൂട്ടങ്ങളിലൂടെ നടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തെത്താൻ. ഞാനിപ്പോൾ ഈ നടക്കുന്ന പാറക്കൂട്ടങ്ങളെല്ലാം മഴക്കാലത്ത് ഈ പുഴ ഒഴുകുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള മുന്നറിയിപ്പ് ബോർഡുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ പാറകളെല്ലാം, ഈ വെള്ളത്തിനടിയിലുള്ള പാറകളെല്ലാം നല്ല വെഴുക്കലുള്ളതാണ്. പക്ഷേ ഈ ഒരു സ്ഥലം സേഫായിട്ടുള്ളൊരു സ്ഥലമായതിനാൽ കുഴപ്പമില്ല. ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. തൊട്ടപ്പുറത്ത് ഒരുപാട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെതായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് വെള്ളം ചാടുന്നുണ്ട്. മറ്റൊരു ഭാഗത്തു നിന്നും ഒഴുകിയിറങ്ങുന്ന ഒരു കാട്ടരുവിയാണിത്. ഈ ഒരു ഭാഗത്തേക്കാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നത്. ഈ പോകുന്ന വഴിക്കാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരുപാട് വ്യൂ പോയിൻറ്റുകളുള്ളത്. എന്തായാലും ഞാൻ ഈ ഭാഗത്തു നിന്ന് തിരിച്ചു പോവുകയാണ്. എല്ലാം വളരെ ഭീമാകാരമായിട്ടുള്ള കല്ലുകളാണ് ഈ ഭാഗത്തുള്ളത്. ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിൽ കൂടെയൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ വഴുക്കലുള്ള കല്ലിലൊക്കെയാണ് ചവിട്ടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വലിയ കല്ലിൻ്റെ അടിഭാഗം ഏകദേശം ഒരു ഗുഹ പോലെയാണ്. ചിലപ്പോൾ അതിനകത്ത് വല്ല മൃഗങ്ങളും ഉണ്ടായിരിക്കാം. ഇതിപ്പോൾ പകലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. രാത്രിയിലൊക്കെ മൃഗങ്ങൾ താമസിക്കുന്ന ഒരു ഗുഹ ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്. ഈ ഭാഗത്ത് മിക്ക വീടുകളിലും ഈ കൊക്കോ മരത്തിൻ്റെ കൃഷിയുള്ളതായിട്ട് കണ്ടു. ഇവിടെ ഒരു കൊക്കോ മരം നിൽപ്പുണ്ട്. അതെന്തായാലും കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ വഴിയുടെ വലതു വശത്തു കൂടെ നമ്മോടൊപ്പം ഈ പുഴ താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി ഈ പുഴയിലേക്ക് മാത്രമായിട്ടുള്ളൊരു വഴിയാണ്. എങ്കിലും ഇതിൻ്റെ രണ്ട് വശത്തും ചെറിയ ചില വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു മലയടിവാരം പോലുള്ളൊരു സ്ഥലമാണ്. മിക്ക പറമ്പുകളിലും എല്ലാം ഈ പാറക്കൂട്ടങ്ങളാണ്. അങ്ങനെ പാറകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ മറ്റൊരു കൊക്കോമരം കാണാം. അതിൽ നിറയെ കായ്കളുണ്ട്. എന്തായാലും ഈ വഴി നേരേണ്ട് പോയാൽ ഒരു പ്രധാന വഴിയിലേക്ക് ടച്ച് ചെയ്യുകയാണ്. നമ്മുടെ ആനക്കാംപൊയിലിൻ്റെ ഈ ഉൾഭാഗത്തുള്ള ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അല്ലെങ്കിൽ പുഴയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ ആനക്കാംപൊയിലിലെ പ്രധാന കാഴ്ചയായിട്ടുള്ള ഒരു കൊടും വനത്തിലൂടെ പോകുന്ന ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെയൊക്കെ കാഴ്ചകളായിട്ട് മനോഹരമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.